ആകാശഭൂമികളുടെ സൃഷ്ടാവിനെ തേടി ഒരു ബാലൻ നടത്തിയ ഐതിഹാസികമായ യാത്രയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചുറ്റുമുള്ളവർ കല്ലിലും മണ്ണിലും തീർത്ത രൂപങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുമ്പോൾ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും നിരീക്ഷിച്ച് ഇതൊന്നുമല്ല എന്റെ റബ്ബ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ആ ധീരതയുടെ പേരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ആളിക്കെത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് എറിയപ്പെടുമ്പോഴും തരിമ്പും കുലുങ്ങാത്ത ആ ഈമാൻ. ചരിത്രം അവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത്. ബാബിലോണിലെ വിഗ്രഹനിർമ്മാതാവായ ആസറിന്റെ വീട്ടിലായിരുന്നു ആ ബാലന്റെ വളർച്ച. എന്നാൽ ചുറ്റുമുള്ളവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ വെറും കല്ലുകളാണെന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് അധികകാലം വേണ്ടിവന്നില്ല. സ്വന്തം പിതാവിനോട് വിനയത്തോടെ അദ്ദേഹം ചോദിച്ചു, പിതാവേ, കേൾക്കുകയോ കാണുകയോ നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒന്നിനെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? സത്യം തിരിച്ചറിഞ്ഞ ആ യുവാവ് ഒരു പെരുന്നാൾ ദിനത്തിൽ ജനങ്ങളെല്ലാം നഗരം വിട്ടപ്പോൾ ആ വിഗ്രഹങ്ങളെ തകർത്തെറിഞ്ഞു. ഏറ്റവും വലിയ വിഗ്രഹത്തിന്റെ തോളിൽ കോടാലി തൂക്കി അദ്ദേഹം ഒരു വലിയ പാഠം ലോകത്തിനു നൽകി. കോപാകുലനായ നമ്രൂദ് ചക്രവർത്തി ഇബ്രാഹിം നബിയെ ജീവനോടെ ദഹിപ്പിക്കാൻ ഉത്തരവിട്ടു. ആകാശം മുട്ടെ ഉയരുന്ന തീജ്വാലകൾ, മാലാഖമാർ പോലും ആകുലപ്പെട്ട നിമിഷം. എന്നാൽ ഇബ്രാഹിം നബിയുടെ ചുണ്ടുകളിൽ ഒരേയൊരു വചനം മാത്രം: ഹസ്ബുനല്ലാഹു വനിമൽ വക്കീൽ. അല്ലാഹു എനിക്ക് മതി, അവനാണ് ഏറ്റവും നല്ല സംരക്ഷകൻ. അത്ഭുതമെന്ന് പറയട്ടെ, അല്ലാഹുവിന്റെ കൽപ്പനയെത്തി, ഓ തീയേ, നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമായി മാറുക. അഗ്നി പൂന്തോട്ടമായി മാറി. ചരിത്രം കണ്ട ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായിരുന്നു അത്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം പരീക്ഷണങ്ങളുടെ പരമ്പരയായിരുന്നു. പ്രിയതമയായ ഹാജറയെയും കൈക്കുഞ്ഞായ ഇസ്മായിലിനെയും വിജനമായ മക്കയിലെ മരുഭൂമിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന നിമിഷം. കുടിക്കാൻ തുള്ളി വെള്ളമില്ലാതെ പിടയുന്ന കുഞ്ഞിനെ കണ്ട് സഫാ മർവ കുന്നുകൾക്കിടയിൽ ഓടിയ ഹാജറ ബീവിയുടെ ആത്മവിശ്വാസം. ഒടുവിൽ ഇസ്മായിൽ നബിയുടെ കാലടിപ്പാടുകൾക്കിടയിൽ നിന്നും സംസം ഉറവ പൊട്ടിയൊഴുക്കി അല്ലാഹു അവരെ അനുഗ്രഹിച്ചു. വാർദ്ധക്യത്തിൽ ലഭിച്ച ഏക മകനെ ബലിയെറുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ഇബ്രാഹിം നബി ഒട്ടും മടിച്ചു നിന്നില്ല. പിതാവിന്റെ വാക്കുകൾക്ക് മുന്നിൽ, ഉപ്പച്ചി, അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക, എന്നെ നിങ്ങൾ ക്ഷമാശീലരിൽ കണ്ടെത്തും എന്ന് മറുപടി നൽകിയ ഇസ്മായിൽ നബി. ആ നിസ്തുലമായ സമർപ്പണത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ബലിപെരുന്നാളും. ലോകത്തിലെ ഏറ്റവും പവിത്രമായ കഅബാലയം പടുത്തുയർത്തിയതും ആ പിതാവും മകനും ചേർന്നാണ്. മക്കയുടെ വിജനതയിൽ നിന്നും ലോകത്തെ മുഴുവൻ വിശ്വാസികളെയും ഹജ്ജിനായി വിളിക്കാൻ അല്ലാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു. നൂറ്റാണ്ടുകൾക്കിപ്പുറവും കോടിക്കണക്കിന് മനുഷ്യർ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മക്കയിലേക്ക് ഒഴുകിയെത്തുന്നു. ഇബ്രാഹിം നബിയുടെ ചരിത്രം വെറുമൊരു കഥയല്ല, അത് പൂർണ്ണമായ കീഴടങ്ങലിന്റെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും പാഠപുസ്തകമാണ്. സത്യത്തിനുവേണ്ടി നിലകൊള്ളുമ്പോൾ ലോകം മുഴുവൻ എതിർത്താലും അല്ലാഹു കൂടെയുണ്ടാകുമെന്ന ഉറച്ച ബോധ്യമാണത്. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും ആ ധീരനായ പ്രവാചകന്റെ ജീവിതം നമുക്ക് വെളിച്ചമാകട്ടെ. അല്ലാഹുവിലുള്ള വിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോകാൻ ഈ ചരിത്രം നമ്മെ പ്രേരിപ്പിക്കുന്നു.